ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോറൽ വൈൻ വൈറ്റ് ആണ്. ഇതിൻ്റെ പിങ്ക് വെറൈറ്റിയാണ് സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്നത്. ഇത് പക്ഷേ വൈറ്റ് കളറിലുള്ള ഫ്ലവറാണ്. ഇതധികം കോമൺ അല്ല. ഇത് മെക്സിക്കോ ആണ് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. ധാരാളം തേനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് തേൻവള്ളി എന്നൊരു പേരും കൂടെ ഉണ്ട്. പിന്നെ പൂക്കൾക്കൊക്കെ ചെറിയ കടലയുടെയൊക്കെ ഷേപ്പുള്ളതുകൊണ്ട് ചില സ്ഥലത്ത് ഇതിനെ കടലച്ചെടിയെന്നും വിളിക്കാറുണ്ട്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. ഇളം പച്ച നിറത്തിലുള്ള ഹൃദയാകൃതിയിലുള്ള ഇലകളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള നല്ല വെളുത്ത പൂക്കളും ഒക്കെ ആയിട്ട്, നല്ല ലവ് ഷേപ്പിലുള്ള പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിനൊരു പ്രത്യേക ഒരു ഭംഗി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നതുകൊണ്ടാണ്. വെള്ളപ്പൂക്കളുടെ മധ്യഭാഗത്തായിട്ട് ഒരു പിങ്ക് കളറും അതുപോലെ തന്നെ ഒരു കേസരങ്ങൾ മഞ്ഞ കളറുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂക്കൾക്കൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഇഷ്ടം പോലെ ചിത്രശലഭങ്ങളും അതുപോലെ തന്നെ വണ്ടുകളും തേനീച്ചകളും ഒക്കെ ഇതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തേനീച്ച വളർത്തുന്നവർക്ക് വളരെ ഉപകാരമാണ് ഈ ചെടി നടുന്നത്. പിന്നെ പോളിനേഷനൊക്കെ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കും നല്ലതാണ്. കൂടുതൽ കായ്കൾ പിടിച്ചു കിട്ടാനൊക്കെ ഈ ചെടിയും കൂടെ നമ്മൾ നടുന്നത്. ഇതിൻ്റെ പരിചരണമൊക്കെ താരതമ്യേന എളുപ്പമാണ്. നമുക്ക് പൂക്കളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ അതിൽ നിന്ന് മധ്യഭാഗത്ത് നിന്ന് ചെറിയ വിത്തുകളുണ്ടാവും. അങ്ങനെ വിത്തുകൾ വഴി നമുക്ക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ തണ്ടുകൾ മുറിച്ച് നട്ടിട്ടും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വല്ലപ്പോഴും കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല ഭംഗിയായിട്ട് വരും. പ്രത്യേകിച്ച് ഒരു കെയർ കൂടാതെ തന്നെ കുറച്ച് വൈൽഡായിട്ട് വളരുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇത് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഇഷ്ടംപോലെ പുതിയ ചിനപ്പുകളൊക്കെ പൊട്ടി നല്ല പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും. ഇത് തന്നെ നല്ലൊരു സപ്പോർട്ട് വേണ്ട ഒരു ചെടിയാണ്. നല്ല രീതിയിൽ ഇത് നമ്മൾ കയറ്റി വിടുകയാണെങ്കിൽ, നല്ലൊരു സപ്പോർട്ടിൽ കയറ്റി വിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇത് ഒരു വിദേശ ചെടിയാണ്. മെക്സിക്കോ ആണ് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. അവിടെയുള്ളവരൊക്കെ ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ചിട്ട് ചായയൊക്കെ ഉണ്ടാക്കി ഭക്ഷണത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിലങ്ങനെ ഈ ചെടി അങ്ങനെ ഭക്ഷ്യയോഗ്യമായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. എന്തായാലും പിന്നെ നല്ല ഒരുപാട് പ്രയോജനമുള്ള ചെടിയാണെന്നാണ് ഇത് പറയുന്നത്. പിന്നെ ഇതിന് ധാരാളം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനായിട്ട് ഈ ചെടി വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം ഒത്തിരി മലിനീകരണമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ചെടികൾ ഇപ്പോൾ ധാരാളമായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെള്ളം കെട്ടി കിടക്കാത്ത സ്ഥലത്ത് വേണം ഈ ചെടി നടാനായിട്ട്. കാരണം ഇതിൻ്റെ ഒരു കിഴങ്ങിൽ നിന്നാണ് ഈ ചെടി ഉണ്ടാകുന്ന, മണ്ണിനടിയിലായിട്ട്. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഈ കിഴങ്ങ് ചീഞ്ഞ് ചെടി തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല നീർവാർച്ചയുള്ള സ്ഥലത്ത് വേണം ഈ ചെടി നടാനായിട്ട്. അതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇഷ്ടം പോലെ കണ്ണിന് നല്ലൊരു വിരുന്നാണ്. ധാരാളം ചിത്രശലഭങ്ങളും വണ്ടുകളും ഒക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പൂന്തോട്ടം എപ്പോഴും നല്ല സജീവമായിട്ട് നിൽക്കും. പിന്നെ പൂക്കൾ ഏകദേശമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസത്തിൽ കൂടുതലൊക്കെ ഈ പൂക്കളിങ്ങനെ അങ്ങനെ തന്നെ നിൽക്കും. പൂക്കളിങ്ങനെ പൊഴിഞ്ഞു പോകുന്ന നമ്മൾ അറിയത്തില്ല. പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ നിന്ന് പുതിയ പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എപ്പോഴും നല്ല 365 ദിവസവും പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. ഇതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.